തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സൂക്ഷ്മ പരിശോധനയ്ക്കായി ചോദ്യാവലിയുമായിട്ട് CPM വന്നു. 22 ചോദ്യങ്ങൾ ഏരിയ നേതൃത്വത്തോട് ഉത്തരം തേടിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയും പരിശോധിക്കും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഈ 22 ചോദ്യങ്ങളിൽ എന്താണ് പ്രസക്തമായ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം? അങ്ങനെ ആഴത്തിൽ ഇത് പഠിക്കാൻ, പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ CPM തീരുമാനിച്ചു എന്നതിൻ്റെ സൂചനയാണോ ഇത്? തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആഴത്തിൽ പരിശോധിക്കാനും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാനും CPM സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ കമ്മിറ്റികൾ 27, 28, 29 തീയതികൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിന് മുന്നോടിയാണ് ഏരിയ കമ്മിറ്റികളോട് 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി നൽകി അതിന് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SKN ചോദിച്ചതുപോലെ ഈ ചോദ്യാവലിയിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഈ പാർട്ടിയുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള അന്തരം എന്താണ് എന്നാണ്. അതായത് പാർട്ടി എല്ലായിടത്തും ജയിക്കുമെന്ന് കണക്കുകൂട്ടിയെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വലിയ തോൽവി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമെന്ന് നമുക്ക് പറയാവുന്നത്. ഏരിയ കമ്മിറ്റിയിൽ തലത്തിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം എന്തായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായുള്ള താരതമ്യം എന്താണ്? UDFിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് ഓരോ ഏരിയയിലും? BJPയുടെ നില എന്താണ്? SDPI വെൽഫെയർ പാർട്ടി എന്നിവയുടെ പ്രവർത്തനം എന്താണ്? ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഈ ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വോട്ടിംഗ് രംഗത്തെ പുതിയ പ്രവണതയാണ്. യുവജനങ്ങൾ എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിനോട് പ്രതികരിച്ചത്? മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? പാർട്ടി നിർദ്ദേശപ്രകാരമുള്ള കമ്മിറ്റികൾ കൂടിയോ വീടുകൾ സന്ദർശിച്ചോ തുടങ്ങിയ അടക്കമുള്ള 22 ചോദ്യങ്ങളാണ് ഈ ചോദ്യാവലിയിലുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഫലം സൂക്ഷ്മമായി പരിശോധിച്ച് മൂന്നാം തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ അത്തരം ഈ പഠനം ഉപകരിക്കുമെന്ന നിലയിലാണ് കാണുന്നത്. എന്തായാലും ഈ ചോദ്യാവലികളിൽ നിന്ന് എല്ലാ ഏരിയ കമ്മിറ്റികളും 242 പരം ഏരിയ കമ്മിറ്റികളാണ് CPIMന് കേരളത്തിലുള്ളത്. ആ കമ്മിറ്റികളിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് 27, 28, 29 തീയതി നടക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിക്കുന്നത്. SKN ശ്രീജിത്തെ, ഇതല്ലാതെ ഇപ്പോൾ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്ന ഈ ശബരിമല പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ട് വല്ലതുമാണോ ഈ ചോദ്യാവലിയുമായിട്ട് ഇപ്പോൾ വരുന്നത്? SKN അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. ഓരോ ഏരിയ തലത്തിലും ജനവിധിയെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രദേശത്ത് ശബരിമല അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ രേഖപ്പെടുത്തി പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരവും ശബരിമലയും എല്ലാം അതിൽ വിഷയങ്ങളായി വരും. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ CPM ജനവിധിയെ സ്വാധീനിച്ച ഘടകങ്ങളല്ല എന്ന് കരുതുന്ന ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും ഒപ്പം തന്നെ ശബരിമല വിഷയവും ഒക്കെ ഈ സർവേയിലൂടെ കടന്നു വരും. ഏരിയ കമ്മിറ്റികൾ സത്യസന്ധമായി വിവരങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഓരോ ഏരിയ തലത്തിലും പലവിധ വിഷയങ്ങൾ വോട്ടെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങളെല്ലാം കടന്നു വരാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആഴത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം പഠിക്കാൻ CPM തീരുമാനിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.